ഹായ്, ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ്. അത് മുമ്പ് ഞാനൊരു ഉണ്ണിയപ്പം റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അരി ഒട്ടും ചേർക്കാതെ ഉണ്ടാക്കുന്നത്. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പിൽ 1.5 കപ്പ് പച്ചരി ഞാൻ കുതിരാൻ വെക്കുന്നുണ്ട്. ഇതൊരു 4 മണിക്കൂർ കുതിർത്തി എടുത്തിട്ട് വരാം. അരി കഴുകിയിട്ട് കുതിരാൻ വെച്ചിട്ട് 4 മണിക്കൂറായിട്ടുണ്ട്. ഇതിന് അരിച്ചെടുത്ത് വെള്ളം വാർന്നു പോകാൻ വെക്കാം. ഞാൻ ഇവിടെ അരി അരച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, ഇത് പൊടിച്ചിട്ട് പൊടിയിലേക്കാണ് ശർക്കരപ്പാവ് ചേർക്കുന്നത്. അതുകൊണ്ട് ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. അരി ഞാൻ ഇവിടെ 2 പാർട്ടായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. പൊടിക്കുന്ന സമയത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഏലക്കാപ്പൊടി ഉള്ളതുകൊണ്ട് ഏലക്ക ഞാൻ ഹോളായിട്ട് ഇതിൽ ചേർക്കുന്നില്ല. ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ഈ സമയത്ത് ഹോളായിട്ടുള്ള ഏലക്ക ചേർത്താൽ മതി. അരിയെല്ലാം ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിന് വേണ്ട ശർക്കരപ്പാവ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് വലിയ അച്ച് ശർക്കരയും 3 ചെറിയ അച്ച് ശർക്കരയാണ് എടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. അരിപ്പൊടിയിലേക്ക് അരി അളന്ന അതേ കപ്പിൽ 1/2 കപ്പ് മൈദ മാവും 1/2 കപ്പ് ഗോതമ്പ് മാവും ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടോട് കൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് പഴമല്ല ചേർക്കുന്നത്, ചക്ക വരട്ടിയതാണ് ചേർക്കുന്നത്. 1 സ്പൂൺ ചക്ക വരട്ടിയത് എടുത്തിട്ടുണ്ട്. ഈ മാവിന്ന് ഒരു തവി മാവ് അരി പൊടിച്ച ജാറിലേക്ക് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ചക്ക വരട്ടിയതും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് വരാം. കുറച്ചുകൂടി മാവ് ചേർക്കാം. ചക്ക വരട്ടിയത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ മാവിലേക്ക് ചേർക്കാം. മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഈ മാവ് മിനിമം ഒരു 1 ഹവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൽ കൂടുതൽ വെക്കുന്നത് നല്ലതാണ്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 ഹവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ തിരുമിയതാണ് നെയ്യിൽ താളിച്ച് ചേർക്കുന്നത്. അത് ചേർക്കാം. തേങ്ങ തിരുമിയതോ അല്ലെങ്കിൽ തേങ്ങ കൊത്തോ ചേർക്കാം. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ചേർക്കാം. തിരുമിയ തേങ്ങയും ചേർത്തിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് എള്ള് കൂടി ചേർക്കുന്നുണ്ട്. ഇതിനി അപ്പത്തിൻ്റെ മാവിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ണിയപ്പച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ഭാഗത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് നെയ്യും കൂടിയും ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. എപ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് ഫുൾ ഒഴിക്കരുത്, ഒരു 1/4 ഭാഗം വരെ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് അപ്പം ചുട്ടെടുക്കാം.
മാവ് ഒഴിക്കുന്ന സമയത്ത് എണ്ണ നല്ലോണം ചൂടായി നിൽക്കണം. പിന്നെ കുറച്ച് ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഇതിൽ നിന്ന് മാറ്റാം. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം ആയിരിക്കണം. കൂടുതലാക്കി വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ലാസ്റ്റ് ബാച്ച് അപ്പം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്